ശബരിമലയിൽ വരുമാനത്തിൽ വൻ വർധന. മണ്ഡല തീർത്ഥാടന കാലത്തെ ആകെ വരുമാനം 332 കോടി 77 ലക്ഷം രൂപയാണ്. ഈ വർഷം 35.70 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, ആദ്യ ദിവസങ്ങളിലെ ചില പരാതികൾ മാറ്റി നിർത്തിയാൽ വലിയ പരാതികളൊന്നുമില്ലാതെ ഒരു മണ്ഡലകാലം പൂർത്തിയാവുകയാണ്. വരുമാനത്തിന്റെ കണക്ക് പുറത്തു വരുന്നത് എങ്ങനെ, സുജിത്ത്? മണ്ഡലകാലത്തെ കണക്കുകൾ, അതായത് മണ്ഡല പൂജയുടെ 2 ദിവസം മുൻപാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ കുറെ നാളുകളായുള്ള പതിവ്. എന്നാൽ ഈ കുറി അത്തരത്തിലൊരു പതിവിൽ നിന്നും വ്യതിചലിക്കുകയായിരുന്നു. ഇന്ന് മണ്ഡല പൂജയ്ക്ക് ശേഷം ഇന്നിപ്പോഴാണ് കണക്കുകൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത്. ഈ മണ്ഡല തീർത്ഥാടന കാലത്തെ ആകെ വരുമാനം 332 കോടി 77 ലക്ഷത്തി 5132 രൂപയാണ്. കഴിഞ്ഞ വർഷം 41 ദിവസം പിന്നിടുമ്പോൾ ലഭിച്ചത് 297 കോടി 6,67,679 രൂപയുമായിരുന്നു. ഈ വർഷം ഏതാണ്ട് 35.70 കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കാണിക്കയിൽ ഇനത്തിലും വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 3 കോടിയിലധികം രൂപയുടെ വർധനമാണ് കാണിക്ക ഇനത്തിലും ലഭിച്ചിട്ടുള്ളത്. ഈ ശബരിമലയിലെ അപ്പം, അരവണ, അതുപോലെ തന്നെ മുറിവാടക, കുത്തക ലേലം അടക്കമുള്ളവയുടെ വരുമാനം കണക്കാക്കുമ്പോഴാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു വർധന ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ മണ്ഡലകാലത്ത് ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ 37 കോടിയുടെ അധിക വരുമാനമാണ് ഉണ്ടായത്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.